ടെക്സ്റ്റ് ബുക്ക് ബേസ് ചെയ്ത മാത്സ് ക്ലാസ് ആണ് ഈ ചാനൽ പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 10ാം ക്ലാസ്സിലെ ആദ്യത്തെ ചാപ്റ്റർ ആയ അരിത്തമെറ്റിക് സീക്വൻസുമായി ബന്ധപ്പെട്ട 4 വീഡിയോസ് ഇതിനോടകം നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ചാപ്റ്ററിന്റെ ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ പാർട്ടായ നമ്പർ സീക്വൻസുമായി ബന്ധപ്പെട്ട ഒരു എക്സസൈസ് ആണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തത്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ് ഒരു അരിത്തമെറ്റിക് സീക്വൻസ് എന്നാണ്. അതുപോലെ തന്നെ പേജ് നമ്പർ 13ലെ ആദ്യത്തെ ക്വസ്റ്റ്യനും ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും. കഴിഞ്ഞ വീഡിയോസിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷന് താഴെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് കാണാവുന്നതാണ്. അതുപോലെ തന്നെ ഈ ചാനലിന്റെ വാട്സാപ്പ് ഗ്രൂപ്പിന്റെ ലിങ്കും ഡിസ്ക്രിപ്ഷന് താഴെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. അപ്പോൾ എന്താണ് ഒരു അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് നമുക്ക് നോക്കാം. ഞാൻ ഈ ബോർഡിൽ അരിത്തമെറ്റിക് സീക്വൻസിന്റെ 3 എക്സാമ്പിൾസ് എഴുതിയിട്ടുണ്ട്. ഇതിലെ ആദ്യത്തെ എക്സാമ്പിളില് ആദ്യത്തെ ടേം എന്ന് പറഞ്ഞാൽ 5 ആണ്, രണ്ടാമത്തെ ടേം 8, മൂന്നാമത്തെ ടേം 11, അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോവുകയാണ്. അപ്പോൾ ആദ്യത്തെ ടേമിന്റെ കൂടെ 3 ആഡ് ചെയ്യുമ്പോഴാണ് രണ്ടാമത്തെ ടേം കിട്ടുന്നത്. രണ്ടാമത്തെ ടേമിന്റെ കൂടെ വീണ്ടും 3 ആഡ് ചെയ്യുമ്പോഴാണ് മൂന്നാമത്തെ ടേം കിട്ടുന്നത്. അതുപോലെ തന്നെ നാലാമത്തെ ടേം കിട്ടാൻ വീണ്ടും മൂന്നാമത്തെ ടേമിന്റെ കൂടെ 3 ആഡ് ചെയ്യണം. വീണ്ടും 3 ആഡ് ചെയ്യുമ്പോൾ അടുത്ത ടേം കിട്ടി. അങ്ങനെ ഈ സീക്വൻസ് കണ്ടിന്യൂ ചെയ്ത് പോവുകയാണ്. അതായത് ഒരു നമ്പറിന്റെ കൂടെ ഒരേ സംഖ്യ തന്നെ റിപ്പീറ്റഡ് ആയി ആഡ് ചെയ്ത് ഉണ്ടാകുന്ന ഒരു സീക്വൻസിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? അരിത്തമെറ്റിക് സീക്വൻസ്. ഇനി ടെക്സ്റ്റ് ബുക്കിൽ പറയുന്ന അരിത്തമെറ്റിക് സീക്വൻസിന്റെ ഡെഫിനിഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. എ സീക്വൻസ് സ്റ്റാർട്ടിംഗ് വിത്ത് എ നമ്പർ ആൻഡ് പ്രൊസീഡിംഗ് ബൈ ആഡിംഗ് വൺ നമ്പർ അഗെയിൻ ആൻഡ് അഗെയിൻ ഈസ് കോൾഡ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ്. അതായത് 5 എന്ന് പറയുന്ന സംഖ്യയിൽ നിന്നാണ് ഈ സീക്വൻസ് ആരംഭിക്കുന്നത്. ഈ 5ന്റെ കൂടെ 3 എന്ന് പറയുന്ന ഒരേ സംഖ്യ തന്നെ തുടർച്ചയായിട്ട് കൂട്ടുമ്പോഴാണ് ഈ സീക്വൻസിലെ മറ്റ് സംഖ്യകൾ നമുക്ക് കിട്ടുന്നത്. ഒരു അരിത്തമെറ്റിക് സീക്വൻസിലെ അടുത്തടുത്തുള്ള ടേംസ് തമ്മിലുള്ള ഡിഫറൻസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കോമൺ ഡിഫറൻസ്. അപ്പോൾ ഈ സീക്വൻസിലെ കോമൺ ഡിഫറൻസ് എത്രയാണെന്ന് ചോദിച്ചാൽ അത് 3 ആണ്. നമ്മൾ ഡി എന്ന് പറയുന്ന ലെറ്റർ യൂസ് ചെയ്താണ് കോമൺ ഡിഫറൻസ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ ഈ ഫസ്റ്റ് സീക്വൻസിലെ കോമൺ ഡിഫറൻസ് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്രയാണ്? 3 ആണല്ലോ. അപ്പോൾ 3 എന്ന് നമുക്ക് എഴുതാം. ഇനി എങ്ങനെയാണ് നമ്മൾ കോമൺ ഡിഫറൻസ് കണ്ടെത്തുന്നത് എന്ന് പറയാം. അപ്പൊ ഒരു അരിത്തമെറ്റിക് സീക്വൻസ് കിട്ടിക്കഴിഞ്ഞാൽ അതിലെ സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം ചെയ്താൽ നമുക്ക് കോമൺ ഡിഫറൻസ് കിട്ടും. ഇവിടെ നോക്കുക, 8 - 5 നമുക്ക് കോമൺ ഡിഫറൻസ് കിട്ടി 3. അല്ലെങ്കിൽ തേർഡ് ടേമിൽ നിന്നും സെക്കൻഡ് ടേം മൈനസ് ചെയ്യുക, അല്ലെങ്കിൽ ഫോർത്ത് ടേമിൽ നിന്നും തേർഡ് ടേം മൈനസ് ചെയ്യുക, അല്ലെങ്കിൽ ഫിഫ്ത്തിൽ നിന്നും ഫോർത്ത് മൈനസ് ചെയ്യുക. അപ്പൊ ഇതിൽ നിന്ന് എന്ത് നമുക്ക് മനസ്സിലാക്കാം? ഒരു അരിത്തമെറ്റിക് സീക്വൻസിലെ ഏതൊരു ടേമിൽ നിന്നും അതിന്റെ തൊട്ട് മുമ്പ് നിൽക്കുന്ന ടേം മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ കോമൺ ഡിഫറൻസ് നമുക്ക് കിട്ടും. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഒരിക്കലും ഫസ്റ്റ് ടേം മൈനസ് സെക്കൻഡ് ടേം എന്ന് കാൽക്കുലേറ്റ് ചെയ്യരുത്. സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം, അല്ലെങ്കിൽ തേർഡ് ടേം മൈനസ് സെക്കൻഡ് ടേം, അല്ലെങ്കിൽ ഫോർത്ത് ടേം മൈനസ് തേർഡ് ടേം. നേരെ തിരിച്ച് നമ്മൾ എന്ത് ചെയ്യരുത്? സബ്ട്രാക്ട് ചെയ്യരുത്. ഇനി അടുത്ത എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഇവിടെ എന്തായിരിക്കും കോമൺ ഡിഫറൻസ്? നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം 5 ആണ്. 2ൽ നിന്ന് 5 കൂട്ടുമ്പോഴാണ് 7 കിട്ടുന്നത്. 7ൽ നിന്ന് 5 കൂട്ടുമ്പോൾ 12 കിട്ടുന്നു. 12ൽ നിന്ന് 5 കൂട്ടുമ്പോൾ 17 കിട്ടുന്നു. വീണ്ടും 5 കൂട്ടിയപ്പോൾ 22 കിട്ടുന്നു. അപ്പൊ 7ൽ നിന്ന് 2 കുറച്ചാൽ ഈ കോമൺ ഡിഫറൻസ് നമുക്ക് കിട്ടും 5. 12ൽ നിന്ന് 7 കുറച്ചാൽ 5, 17ൽ നിന്ന് 12 കുറച്ചാൽ 5. അപ്പൊ അങ്ങനെയാണ് അത് പോകുന്നത്. അപ്പൊ എപ്പോഴും ഒരു അരിത്തമെറ്റിക് സീക്വൻസിൽ അടുത്തടുത്ത് നിൽക്കുന്ന ടേംസ് തമ്മിലുള്ള കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് എല്ലായിടത്തും എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഈ കോമൺ ഡിഫറൻസ് സെയിം അല്ലെങ്കിൽ അത് ഒരിക്കലും ഒരു അരിത്തമെറ്റിക് സീക്വൻസ് അല്ല. ഇനി മൂന്നാമത്തെ അരിത്തമെറ്റിക് സീക്വൻസ് നമുക്ക് നോക്കാം. 5, 3, 1, -1, -3. ഈ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് എപ്പോഴും പോസിറ്റീവ് നമ്പർ തന്നെ വരണമെന്നില്ല. വേണമെങ്കിൽ അത് നെഗറ്റീവ് നമ്പറും ആവാം. ഇവിടെ നോക്കുക, 5ന്റെ കൂടെ -2 ആഡ് ചെയ്തപ്പോഴാണ് എന്ത് കിട്ടിയത്? 3 കിട്ടിയത്. ഇനി 3ന്റെ കൂടെ വീണ്ടും -2 ആഡ് ചെയ്യുമ്പോഴാണ് 1 കിട്ടുന്നത്. 1ന്റെ കൂടെ -2 ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടുന്നു? -1 കിട്ടുന്നു. -1ന്റെ കൂടെ -2 ആഡ് ചെയ്തപ്പോൾ -3 കിട്ടി. ഇവിടെ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് എത്രയാണ്? -2 ആണ്. ഇനി നമുക്ക് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ 13ാമത്തെ പേജിലെ ആദ്യത്തെ ക്വസ്റ്റ്യൻ വർക്ക്ഔട്ട് ചെയ്യാം. പേജ് നമ്പർ 13ലെ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ചെക്ക് വെദർ ഈച്ച് ഓഫ് ദി സീക്വൻസസ് ഗിവൺ ബിലോ ആർ അരിത്തമെറ്റിക് സീക്വൻസസ്. ഗിവ് റീസൺസ് ഓൾസോ. ഫൈൻഡ് ദ കോമൺ ഡിഫറൻസസ് ഓഫ് ദ അരിത്തമെറ്റിക് സീക്വൻസസ്. അപ്പൊ ആദ്യത്തെ ക്വസ്റ്റ്യനകത്ത് കുറെ സബ് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. ഒരു 6 സബ് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. ഈ 6 സബ് ക്വസ്റ്റ്യൻസിനകത്തും 6 സീക്വൻസ് ആണ് പറഞ്ഞിരിക്കുന്നത്.
ഈ ഓരോ സീക്വൻസും അരിത്തമെറ്റിക് സീക്വൻസ് ആണോ അല്ലയോ എന്നാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ അതിലെ ആദ്യത്തെ സബ് ക്വസ്റ്റ്യൻ നാച്ചുറൽ നമ്പേഴ്സ് ലീവിംഗ് റിമൈൻഡർ 1 ഓൺ ഡിവിഷൻ ബൈ 4. അതായത് നാച്ചുറൽ നമ്പേഴ്സിന്റെ ഒരു സീക്വൻസ് എഴുതണം. ആ സീക്വൻസിലെ ഓരോ നമ്പേഴ്സിനെയും 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടേണ്ട റിമൈൻഡർ 1 ആയിരിക്കണം. അപ്പൊ ഇതുപോലൊരു ക്വസ്റ്റ്യൻ നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ഈ ക്വസ്റ്റ്യനും നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ഞാനൊരു സീക്വൻസ് എഴുതുമ്പോൾ അതിലെ ഓരോ നമ്പേഴ്സിനെയും 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 റിമൈൻഡർ കിട്ടണമെന്നാണ് പറയുന്നത്. അപ്പൊ ഈ സീക്വൻസ് എഴുതുന്നതിന് മുമ്പായിട്ട് നമ്മൾ ആദ്യം എഴുതേണ്ടത് 4ന്റെ മൾട്ടിപ്പിൾസ് ആണ്. 4ന്റെ മൾട്ടിപ്പിൾസ് എന്തൊക്കെയാണ്? 4, 8, 12, 16, 20 എക്സെട്ര ഇങ്ങനെ പോവല്ലേ. നമുക്കറിയാം ഇതെല്ലാം നാച്ചുറൽ നമ്പേഴ്സ് ആണ്. ഈ നമ്പേഴ്സിനെ എല്ലാം 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന റിമൈൻഡർ എത്രയായിരിക്കും? 0 ആയിരിക്കും. വേണമെങ്കിൽ ആദ്യത്തെ നമ്പർ നമുക്ക് എടുക്കാം, 4. 4നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 4 × 1 4 മൈനസ് ചെയ്യുമ്പോൾ 0. അപ്പൊ റിമൈൻഡർ 0 വന്നു. ഇനി രണ്ടാമത്തെ നമ്പർ എടുക്കുവാണ് 8. 8നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. 4 × 2 8, റിമൈൻഡർ 0. അപ്പോ ഇതിലെ ഓരോ ടേമിനെയും 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്ന റിമൈൻഡർ 0 ആണ്. പക്ഷെ ക്വസ്റ്റ്യനകത്ത് പറയുന്നത് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 1 ആയിരിക്കണം കിട്ടേണ്ടത് എന്നാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഈ തന്നിരിക്കുന്ന സീക്വൻസിലെ ഓരോ നമ്പറിനെയും 1 കൂട്ടിയിട്ട് മറ്റൊരു സീക്വൻസ് ആയിട്ട് എഴുതണം. ഇവിടെ ആദ്യത്തെ ടേം 4 ആണ്. 4ന്റെ കൂടെ 1 കൂട്ടുമ്പോൾ 5 എന്ന് കിട്ടും. കോമ രണ്ടാമത്തെ ടേം 8 ആണ്. 8ന്റെ കൂടെ 1 കൂട്ടുമ്പോൾ 9 എന്ന് കിട്ടും. അടുത്തത് 12. 12ന്റെ കൂടെ 1 കൂട്ടിയപ്പോൾ 13. ഇവിടെ 16ന്റെ കൂടെ 1 കൂട്ടിയപ്പോൾ 17. അടുത്തത് 21 എക്സെട്ര. അപ്പൊ ഇതാണ് നമ്മുടെ സീക്വൻസ്. ഈ സീക്വൻസ് ഒരു അരിത്തമെറ്റിക് സീക്വൻസ് ആണോ അല്ലയോ എന്നാണ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത്. എപ്പോഴും ഒരു അരിത്തമെറ്റിക് സീക്വൻസിന്റെ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? സെയിം ആയിരിക്കും. നമുക്ക് ഇവിടെ ചെക്ക് ചെയ്ത് നോക്കാം. ഇവിടെ സെക്കൻഡ് ടേമിൽ നിന്ന് ഫസ്റ്റ് ടേം ഞാൻ മൈനസ് ചെയ്യുക. 9 - 5 അപ്പൊ 4 കിട്ടി. തേർഡ് ടേമിൽ നിന്ന് സെക്കൻഡ് ടേം മൈനസ് ചെയ്തു. 13 - 9 അപ്പോഴും 4 കിട്ടി. 17 - 13 ചെയ്തപ്പോഴും 4 കിട്ടി. 21 - 17 ചെയ്തപ്പോഴും 4 കിട്ടി. ഇനി അങ്ങോട്ട് നമ്മൾ കണ്ടിന്യൂ ചെയ്ത് ഇത് എഴുതി പോയാലും കിട്ടുന്ന കോമൺ ഡിഫറൻസ് എന്തായിരിക്കും? 4 ആയിരിക്കും. അപ്പൊ ഈ എഴുതിയേക്കുന്ന ആദ്യത്തെ സീക്വൻസ് എന്ന് പറയുന്നത് ഒരു അരിത്തമെറ്റിക് സീക്വൻസ് ആണ്. ഇവിടുത്തെ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് എത്രയാണ്? 4 ആണ്. അപ്പൊ നമ്മുടെ ആൻസർ ആയി. ഇനി നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റിനകത്തേക്ക് വരാം. ഇവിടെ നമ്മൾ സീക്വൻസ് എഴുതേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സീക്വൻസിലെ ഓരോ നമ്പറിനെയും 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നെങ്കിൽ 1 റിമൈൻഡർ കിട്ടണം, അല്ലെങ്കിൽ 2 റിമൈൻഡർ കിട്ടണം. അപ്പൊ ആ സീക്വൻസ് നമ്മൾ എങ്ങനെ എഴുതും? അപ്പൊ ഇവിടെയും നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം 4ന്റെ മൾട്ടിപ്പിൾസ് നമ്മൾ എഴുതുക. നമുക്കിവിടെ റിമൈൻഡർ കിട്ടേണ്ടത് 1ഉം 2ഉം ആണ്. അത് നമ്മൾ പ്രത്യേകം ആലോചിക്കുക. അപ്പൊ ഇവിടുത്തെ ആദ്യത്തെ നമ്പർ 4 ആണ്. 4ന്റെ കൂടെ 1 കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 5 കിട്ടും. അപ്പൊ 4ന്റെ കൂടെ 1 കൂട്ടിയപ്പോൾ 5 കിട്ടി. ഇവിടെ നമുക്ക് റിമൈൻഡർ ആയിട്ട് കിട്ടേണ്ടത് 1ഉം 2ഉം ആണ്. അപ്പൊ 4ന്റെ കൂടെ 2ഉം നമ്മൾ ആഡ് ചെയ്യണം. അപ്പൊ 4ന്റെ കൂടെ 2 ആഡ് ചെയ്യുമ്പോൾ 6 കിട്ടും. അടുത്ത ടേം 8 ആണ്. 8ന്റെ കൂടെ 1 കൂട്ടിയപ്പോൾ 9 കിട്ടി. 8ന്റെ കൂടെ 2 കൂട്ടിയപ്പോൾ 10 കിട്ടി. അടുത്ത ടേം 12 ആണ്. 12ന്റെ കൂടെ 1 കൂട്ടിയപ്പോൾ 13 കിട്ടി. 2 കൂട്ടിയപ്പോൾ 14 കിട്ടി. അടുത്തത് 16. 16ന്റെ കൂടെ 1 കൂട്ടിയപ്പോൾ 17 കിട്ടി. അടുത്തത് 16ന്റെ കൂടെ 2 കൂട്ടിയപ്പോൾ 18 കിട്ടി. അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകും. ഇനി ഇത് നോക്കാം, ഇതൊരു അരിത്തമെറ്റിക് സീക്വൻസ് ആണോ അല്ലയോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യണം. അപ്പൊ ഇതൊരു അരിത്തമെറ്റിക് സീക്വൻസ് ആകണമെങ്കിൽ ഇവിടെ കോമൺ ഡിഫറൻസിന്റെ വാല്യൂ എല്ലായിടത്തും എന്തായിരിക്കണം? സെയിം ആയിട്ട് കിട്ടണം. അപ്പൊ ഇവിടെ നോക്കാം, സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം ചെയ്യുമ്പോൾ 1 ആണ് കിട്ടുന്ന ആൻസർ. ഇനി തേർഡ് ടേം മൈനസ് സെക്കൻഡ് ടേം ചെയ്തപ്പോൾ 3 കിട്ടി ആൻസർ. ഫോർത്ത് ടേം മൈനസ് തേർഡ് ടേം ചെയ്തപ്പോൾ 10 - 9 1 കിട്ടി. അപ്പൊ ഇവിടെ കിട്ടുന്ന കോമൺ ഡിഫറൻസ് എല്ലാം ഡിഫറെന്റ് ആണ്, സെയിം അല്ല. അപ്പൊ ഇതെന്തല്ല? ഈ സീക്വൻസ് ഒരു അരിത്തമെറ്റിക് സീക്വൻസ് അല്ല. അപ്പൊ നമ്മൾ എങ്ങനെ ആൻസർ എഴുതും? നോ, ഇറ്റ് ഈസ് നോട്ട് ആൻ അരിത്തമെറ്റിക് സീക്വൻസ്. അടുത്ത സബ് ക്വസ്റ്റ്യൻ ആണ് സ്ക്വയേഴ്സ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ്. നാച്ചുറൽ നമ്പേഴ്സിന്റെ സ്ക്വയേഴ്സ്. അപ്പം നാച്ചുറൽ നമ്പർ എന്ന് പറഞ്ഞാൽ 1, 2, 3, 4, 5 എക്സെട്ര അങ്ങനെ പോകുന്ന നമ്പേഴ്സ് ആണ് നാച്ചുറൽ നമ്പേഴ്സ്. അപ്പൊ ഇതിന്റെ സ്ക്വയർ നമുക്ക് എങ്ങനെ എഴുതാം? 1 സ്ക്വയർ, 2 സ്ക്വയർ, 3 സ്ക്വയർ, 4 സ്ക്വയർ, 5 സ്ക്വയർ. അപ്പൊ 1 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1 ആണ്. 2 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4 ആണ്. 3 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 9 ആണ്. 4 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 16 ആണ്. 5 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 25 ആണ്. അപ്പൊ നമുക്ക് കിട്ടുന്ന സീക്വൻസ് നമ്മൾ ഇങ്ങനെയാണ് എഴുതുന്നത്.
ഇനി ഇതൊരു അരിത്തമെറ്റിക് സീക്വൻസ് ആണോ അല്ലയോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യണം. അപ്പൊ ഇവിടെ വരുന്ന കോമൺ ഡിഫറൻസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. 4 - 1 ചെയ്യുമ്പോൾ 3 ആ കിട്ടുന്നത്. 9 - 4 ചെയ്യുമ്പോൾ 5 ആ കിട്ടുന്നത്. 16 - 9 ചെയ്യുമ്പോൾ 7 ആ കിട്ടുന്നത്. അപ്പൊ ഇവിടെ 3ഉം 5ഉം കിട്ടുമ്പോൾ തന്നെ നമുക്ക് ഇവിടെ സ്റ്റോപ്പ് ചെയ്യാം. കാര്യം നമുക്ക് മനസ്സിലായി കോമൺ ഡിഫറൻസ് സെയിം അല്ലെന്ന്. അപ്പൊ ഇത് ഒരു അരിത്തമെറ്റിക് സീക്വൻസ് അല്ല. സ്ക്വയേഴ്സ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുന്നത് ഒരു അരിത്തമെറ്റിക് സീക്വൻസ് അല്ല. ഇവിടെ കോമൺ ഡിഫറൻസ് എല്ലാം എന്താണ്, ഡിഫറെന്റ് ആയിട്ടാണ് കിട്ടുന്നത്. നാലാമത്തെ സബ് ക്വസ്റ്റ്യൻ ആണ് റെസിപ്രോക്കൽസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ്. അപ്പൊ നോക്കുക, നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ 1, 2, 3, 4 എക്സെട്ര അങ്ങനെ പോകും അല്ലേ. ഇനി ഓരോ നാച്ചുറൽ നമ്പറിന്റെയും റെസിപ്രോക്കൽ ഞാൻ എടുക്കുവാണ്. അപ്പൊ ഈ 1നെ നമുക്ക് 1/1 എന്ന് എഴുതാം. 1/1ന്റെ റെസിപ്രോക്കൽ 1 തന്നെയാണ്. അപ്പൊ 1ന്റെ റെസിപ്രോക്കൽ 1 തന്നെയാണ്, നമുക്ക് അങ്ങനെ എഴുതാം. 2നെ നമുക്ക് 2/1 എന്ന് എഴുതാം. 2/1ന്റെ റെസിപ്രോക്കൽ എന്താണ്, 1/2 ആണ്. അപ്പൊ 1/2. 3യുടെ റെസിപ്രോക്കൽ എന്താണ്, 1/3 ആണ്. 4ന്റെ റെസിപ്രോക്കൽ 1/4 ആണ്. അപ്പൊ ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകും. ഇനി ഈ കിട്ടിയ സീക്വൻസിൽ അടുത്തടുത്തുള്ള ടേംസ് തമ്മിലുള്ള ഡിഫറൻസ് കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പൊ സെയിം വാല്യൂ ആണോ കിട്ടുന്നതെന്ന് നോക്കാം. ഇവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്രാക്ഷൻ ആയിട്ട് വേണമെങ്കിൽ സബ്ട്രാക്ട് ചെയ്യാം, അല്ലെങ്കിൽ ഡെസിമൽ ആയിട്ട് വേണമെങ്കിൽ സബ്ട്രാക്ട് ചെയ്യാം. ഇപ്പൊ ഞാൻ തൽക്കാലം ഡെസിമൽ വാല്യൂ ആയിട്ട് സബ്ട്രാക്ട് ചെയ്യുവാണ്. അപ്പൊ 1/2 - 1 ആണ് ആദ്യം ചെയ്യേണ്ടത്. അപ്പൊ 1/2ന് പകരം ഞാൻ 0.5 എന്ന് എടുക്കുവാണ്. 0.5 - 1. അപ്പൊ 0.5 - 1ന്റെ ആൻസർ -0.5 ആണ്. ഓക്കെ, അടുത്തത് 1/3 - 1/2 ചെയ്യുവാണ്. അപ്പൊ 1/3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0.33 ആണ്. മൈനസ് 1/2 നമുക്കറിയാം 0.5 ആണ്. ഇതിന്റെ ആൻസർ -0.17 എന്ന് നമുക്ക് കിട്ടും. അപ്പൊ ഇവിടെ നോക്കാം, ഇവിടെ അടുത്തടുത്തുള്ള ടേംസ് തമ്മിലുള്ള ഡിഫറൻസ് രണ്ടും എന്താണ്, ഡിഫറെന്റ് ആണ്. അപ്പൊ ഇത് ഒരു അരിത്തമെറ്റിക് സീക്വൻസ് അല്ല. നോ, ഇറ്റ് ഈസ് നോട്ട് ആൻ അരിത്തമെറ്റിക് സീക്വൻസ്. അപ്പൊ റെസിപ്രോക്കൽസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുന്നത് ഒരു അരിത്തമെറ്റിക് സീക്വൻസ് അല്ല. അടുത്തത് പവേഴ്സ് ഓഫ് 2. ഇതൊരു അരിത്തമെറ്റിക് സീക്വൻസ് ആണോ എന്ന് നോക്കാം. പവേഴ്സ് ഓഫ് 2നെ നമുക്ക് എങ്ങനെ എഴുതാം, 2^1, 2^2, 2^3, 2^4 എക്സെട്ര. അപ്പൊ 2^1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ആണ്. 2^2 എന്ന് പറഞ്ഞാൽ 4 ആണ്. 2^3 8 ആണ്. 2^4 16 ആണ്. അപ്പൊ ഇത് കണ്ടിന്യൂ ചെയ്ത് പോകും. ഇനി ഇവിടെ അടുത്തടുത്തുള്ള ടേംസ് തമ്മിലുള്ള ഡിഫറൻസ് നോക്കുക. 4 - 2 ചെയ്യുമ്പോൾ 2 ആ കിട്ടുന്നത്. 8 - 4 ചെയ്യുമ്പോൾ 4 ആ കിട്ടുന്നത്. 16 - 8 ചെയ്യുമ്പോൾ 8 ആ കിട്ടുന്നത്. അപ്പൊ ഇവിടെ അടുത്തടുത്തുള്ള ടേംസ് തമ്മിലുള്ള ഡിഫറൻസ് ഡിഫറെന്റ് ആണ്. അപ്പോ നമുക്കിതൊരു അരിത്തമെറ്റിക് സീക്വൻസ് ആണെന്ന് പറയാൻ പറ്റില്ല. അപ്പൊ പവേഴ്സ് ഓഫ് 2 എന്ന് പറയുന്നത് ഒരു അരിത്തമെറ്റിക് സീക്വൻസ് അല്ല. അടുത്തത് ആറാമത്തെ സബ് ക്വസ്റ്റ്യൻ ആണ് ഹാഫ് ഓഫ് ഓഡ് നമ്പേഴ്സ്. അപ്പൊ ഓഡ് നമ്പേഴ്സിന്റെ ഹാഫ് നമുക്കറിയാം. ഓഡ് നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ 1, 3, 5, 7 എക്സെട്ര അങ്ങനെ പോകും അല്ലേ. അപ്പൊ അതിന്റെ പകുതിയാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ 1ന്റെ പകുതി 1/2, 3യുടെ പകുതി 3/2, 5ന്റെ പകുതി 5/2, 7ന്റെ പകുതി 7/2. ഇനി നമ്മളിവിടെ അടുത്തടുത്തുള്ള ടേംസ് എന്ത് ചെയ്യാണ്, സബ്ട്രാക്ട് ചെയ്യാണ്. 3/2 - 1/2 ചെയ്യുവാണ്. അപ്പോ 3/2 - 1/2 ചെയ്യുമ്പോൾ നമുക്ക് 2/2 എന്ന് കിട്ടും. 2/2ന്റെ ആൻസർ 1 ആണ്. അടുത്തത് 5/2 - 3/2. അപ്പൊ 5/2 - 3/2 ചെയ്യുമ്പോഴും നമുക്ക് കിട്ടുന്നത് 2/2 ആണ്. 2/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കിട്ടുന്ന ഡിഫറൻസ് എന്താണ്, 1 ആണ്. അടുത്തത് 7/2 - 5/2. അവിടെയും 2/2 ആണ് നമുക്ക് കിട്ടുന്ന ആൻസർ. ഡിഫറൻസ് എത്രയാണ്, 1 ആണ്. അപ്പൊ ഇവിടെ എല്ലായിടത്തും അടുത്തടുത്തുള്ള ടേംസ് തമ്മിലുള്ള ഡിഫറൻസ് സെയിം ആണ് വന്നത്. ഹാഫ് ഓഫ് ഓഡ് നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു അരിത്തമെറ്റിക് സീക്വൻസ് ആണ് എന്ന് നമുക്ക് പറയാം. അപ്പൊ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതിന്റെ കണ്ടിന്യൂവേഷൻ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ കൂടുതൽ അപ്ഡേറ്റുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനലിന്റെ ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് കൂടി ഞാൻ ഡിസ്ക്രിപ്ഷന് താഴെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇൻട്രസ്റ്റ് ഉള്ളവരെ അതിൽ ജോയിൻ ചെയ്യുക. താങ്ക് യു.